കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വാർത്തകൾക്കെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കാണാമല്ലേ, ചിലപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ ചില സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ ടി വിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് നിമിത്തം ഒരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ, അടുത്ത ദിവസത്തെ പത്രത്തിൽ അല്ലെങ്കിൽ ടി വിയിൽ ആ ചാനലുകാരിങ്ങനെ പറയും, ആ ചാനലിൻ്റെ പേരിട്ടിട്ട് ഇന്ന ടി വി ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇന്ന പത്രം ഞങ്ങളുടെ വാർത്തയുടെ ഇമ്പാക്റ്റ്, അത് വരുത്തിയ ഫലം എന്ന് പറയാറുണ്ട്. വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. എന്നാൽ ലോകത്തിലൊരു നല്ല വാർത്ത ദൈവം അയച്ചു, അതാ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? സുവിശേഷം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ വചനം ക്രിമിനലുകളെ നല്ല പൗരന്മാരാക്കുന്നു, ഭർത്താവിനെ ഒരു നല്ല ഭർത്താവാക്കും, ഭാര്യയെ നല്ല ഭാര്യയാക്കും, അമ്മാവിയമ്മയെ നല്ല അമ്മാവിയമ്മയാക്കും, നല്ല മകനും മകളും ഒക്കെ ആക്കും, നല്ല അമ്മായിയപ്പനാക്കും, നല്ല അപ്പനാക്കും. സുവിശേഷം ഒരു രാജ്യത്തിനും ശാപമല്ല, അനുഗ്രഹമാണ്. വ്യക്തികളിൽ അത് വരുത്തുന്ന ഇമ്പാക്റ്റ് വലുതാണ്. അപ്പോൾ അങ്ങനെ സ്വഭാവങ്ങളിൽ മാത്രമല്ല, ഈ യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. ഇന്നിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രോഗ്രാം തോമസ് ഊട്ടി ബ്രദറിൻ്റെ വാക്കുകളല്ല ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനമാകയാൽ. ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാൻ അയച്ച എൻ്റെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ തിരിച്ചു വരത്തില്ല. ഇറ്റ് വിൽ ഡൂ ദ ഇമ്പാക്റ്റ്. നമ്മൾ ഇമെയിലിലും അതുപോലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് പല സാക്ഷ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും നമുക്ക് വായിക്കാനൊക്കാറില്ല. പക്ഷേ നമ്മൾ ഇത് ഫെബ്രുവരി 15 മുതൽ നമ്മൾ മിഷൻ മന്ത്സാണ്. നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ ഇമ്പാക്റ്റ് നിങ്ങൾ ഈ ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ചാനലിലൂടെ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ടി വി പ്രേക്ഷകരെ ഞങ്ങൾ ഒരിക്കലും പ്രേക്ഷകരെന്ന് വിളിക്കാറില്ല, നമ്മൾ കുടുംബാംഗങ്ങളാണ്. ഈ മിഷൻ്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കേട്ടല്ലോ, ഇന്ന് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, രഞ്ജു ബ്രദറുണ്ട്, ബിജോയ് ബ്രദറുണ്ട്, മറ്റ് അവർ എന്തുകൊണ്ട് അവരിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ സുവിശേഷം വരുത്തിയ മാറ്റം. അതുകൊണ്ട് ക്യാമറ എടുക്കാൻ അറിയാവുന്നവരത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളെല്ലാം കൂടെ ചേർന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായി മിഷൻ മന്ത്സിൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികമാണ്. ദൈവവചനം ഭവനങ്ങളിലാണ് ചെല്ലുന്നത്. ഞാനിപ്പം വായിക്കാൻ പോകുന്ന സാക്ഷ്യം, ഒരു മൊബൈൽ ഫോണിൽ ഒരു സിസ്റ്റർ നമ്മുടെ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ മൊബൈൽ ഫോണിൽ കേട്ടതുകൊണ്ടാണ്. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഹെവൻലി ഫീസ്റ്റിൻ്റെ. അതിൻ്റെ വിലാസങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കും. അതുപോലെ നമുക്ക് 24 മണിക്കൂർ നമ്മുടെ ടി വി പ്രോഗ്രാം നടന്നുകൊണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറും പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും theheavenlyfeast.org നമ്മുടെ വെബ് ടി വിയിൽ നമുക്ക് കാണാം. നോക്കൂ, ആ ഒരു ഫോണിൽ ഒരു സാക്ഷ്യം കണ്ട ഒരു സഹോദരിക്ക് ലഭിച്ച അത്ഭുത സാക്ഷ്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഡൽഹിയിലെ ഹെവൻലി ഫീസ്റ്റിൻ്റെ കൂട്ടായ്മയിൽ ഈ സിസ്റ്റർ വന്നു. അതിനെക്കുറിച്ച് അവിടുന്ന് കിട്ടിയ മെയിലാണിത്. ശില്പ എന്ന പേരുള്ള ഒരു സിസ്റ്റർ, റാന്നിക്കാരത്തിയാണ്, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഡൽഹിയിലെ ആരാധനയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യം, ഈ സഹോദരിക്ക് ഷീസ് ഹാവിങ് എ സിവിയർ ബാക്ക് പെയിൻ ഡ്യൂ ടു ഡിസ്ക് പ്രൊലാപ്സ് ഫോർ ദ ലാസ്റ്റ് 1 year. 1 വർഷമായി ഡിസ്ക് പ്രൊലാപ്സ് നിമിത്തം. ഈ സിസ്റ്ററുടെ കാര്യം ഞാൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ കാര്യം കൂടെ ഉൾപ്പെടുത്തി ഇമെയിലിലെ കാര്യം പറയാം. 1 വർഷം ഡിസ്ക് പ്രൊലാപ്സ് നിമിത്തം താൻ ഹോസ്പിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ മേലാത്തവൻ്റെ കൊളീഗ്സ് കൂടെ ചേർന്നാണ്
ഈ സിസ്റ്ററെ സഹായിച്ച ജോലികൾ ചെയ്തുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സിസ്റ്റർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരി നമ്മളുടെ തൻ്റെ മൊബൈലിൽ കൂടെ യൂട്യൂബിൽ നമ്മുടെ ഒരു പ്രോഗ്രാം കാണാനിടയായി. ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തങ്കു ബ്രദറാണ് അന്ന് അതിനുശേഷം വചനം പറയുന്നത്. വചന ശുശ്രൂഷയ്ക്ക് ശേഷം തങ്കു ബ്രദർ പ്രാർത്ഥിക്കുക. എന്നാൽ അന്നത്തെ പ്രോഗ്രാമിൽ തങ്കു ബ്രദർ വചന ശുശ്രൂഷ നടത്തിയ അതേ പ്രോഗ്രാമിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തിയ പെസഹ മുതൽ ഈസ്റ്റർ വരെ മീറ്റിങ്ങിൽ ഒരു വചന ശുശ്രൂഷയും അന്ന് നടന്ന ഒരത്ഭുത സൗഖ്യം, ഒരു വ്യക്തിക്ക് അന്ന് മീറ്റിങ്ങിലൂടെ ഒരത്ഭുത സൗഖ്യം കിട്ടുന്ന സാക്ഷ്യവും ഈ പ്രോഗ്രാമിൽ കണ്ടു. ഇത് കണ്ടപ്പോൾ ഈ ശില്പ എന്ന് പറയുന്ന സിസ്റ്റർക്ക് വലിയ വിശ്വാസമുണ്ടായി. പ്രാർത്ഥിക്കുന്ന നിമിഷം ഒരത്ഭുത ശക്തി തൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി, പൂർണ്ണ സൗഖ്യമായി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു ഫിസിയോതെറാപ്പിയും മറ്റ് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്താലേ എന്തെങ്കിലും ഒരു മാറ്റം പറ്റത്തുള്ളൂ. അവിടെ പല ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചെങ്കിലും 1 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് സാക്ഷ്യം പറയുമ്പോൾ സിസ്റ്റർ പറയാണ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പ്രശ്നവുമില്ല, പൂർണ്ണ സൗഖ്യമായി, വേറെ ആരുടെ സഹായം കൂടാതെ സഹോദരി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മിഷൻ മന്ത്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, TV പ്രോഗ്രാമിലൂടെ കർത്താവ് ചെയ്യുന്ന കാര്യം എത്ര വലുതാണ്. വാസ്തവത്തിൽ ഞങ്ങളുടെ പ്രസംഗത്തിനോ TVയോ അല്ല ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതിനകത്തൂടെ കേൾക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ദ ഗുഡ് ന്യൂസ് ഈസ് മേക്കിംഗ് ഇമ്പാക്റ്റ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ. മനുഷ്യരുടെ ശരീരങ്ങളിലും മനസ്സിലും കുടുംബങ്ങളിലും വലിയ ഇമ്പാക്റ്റാണ്. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ളത്, എത്രയോ നാളുകളായി 100 കണക്കിന് എപ്പിസോഡുകൾ നമ്മളിപ്പോൾ ഈ ചാനലിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. എല്ലാ ദിവസവും നമ്മളിത് കണ്ട് ആ നല്ല പ്രോഗ്രാമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിടുതൽ പ്രാപിക്കുക മാത്രം ചെയ്താൽ പോരാ, നിങ്ങളും കൂടെ ഇതിൻ്റെ ഒരു ഭാഗവാക്കാകണം. എങ്ങനെയാകാൻ പറ്റും? പ്രാർത്ഥനയിലൂടെ. മാത്രമല്ല ഈ മിഷൻ മന്ത്സിൽ നിങ്ങളും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ എൻ്റെ ഈ ശബ്ദം എടുത്തുകൊണ്ടിരിക്കുന്ന ഇതെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവിടെയുള്ള ഈ സ്റ്റുഡിയോ, ഇതൊരു സ്റ്റുഡിയോ അല്ല, സഹോദരന്മാർ കൈകൊണ്ട് നിർമ്മിച്ച ചെറിയൊരു അത്യാവശ്യ ക്രമീകരണമാണ്. ഒരു നല്ല സ്റ്റുഡിയോ, കൂടാതെ നല്ല ക്യാമറാസ്, അതുപോലെ നമ്മുടെ മുമ്പുണ്ടായ പല അത്ഭുത സൗഖ്യങ്ങളും ടേപ്പുകളിലാണ് പിടിച്ചു വച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ അതൊന്നും റീഡാകുന്നില്ല. അപ്പോൾ നമുക്ക് പഴയ പ്രോഗ്രാം സാക്ഷ്യങ്ങൾ, കർത്താവിൻ്റെ അത്ഭുതങ്ങളല്ലേ, യേശു ചെയ്ത കാര്യങ്ങളാണ് അപ്പോസ്തലന്മാർ സൂക്ഷിച്ചു വെച്ചുകൊണ്ടല്ല ഈ അത്ഭുതങ്ങൾ ഈ ബൈബിളിൽ റെക്കോർഡഡായിട്ടിരിക്കുന്നത്. അതുപോലെ അന്ന് അവരുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചെങ്കിൽ ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് സാങ്കേതികവിദ്യ നമുക്ക് ഉപയോഗിക്കണം. കർത്താവ് തന്ന ഈ വിടുതലുകൾ നാളെ ചെക്ക് ചെയ്യുമ്പോൾ കാണാതിരിക്കരുത്. ഒരു റിട്രൈവിങ് സിസ്റ്റം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മിഷൻ മന്ത്സിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സഹകരിക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ തന്നെ പലരും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തു. ഇന്ന് നമ്മൾ ഒരു അത്ഭുത സാക്ഷ്യം കൂടെ കാണാൻ പോവുക. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആരാധന കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ബ്രദറെ, ഈ കുഞ്ഞ് ഒരത്ഭുതമാണ്, 10 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കർത്താവ് തന്നു. മാത്രമല്ല എൻ്റെ വൈഫിന് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ശിശു വരെ ഞങ്ങൾ നോക്കി, നടന്നില്ല. സഹോദരിയുടെ വയറ്റിൽ മുഴകളാണെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ഒരു TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ നോർത്ത് ഇന്ത്യയിൽ അവർ സൂററ്റിലായിരുന്നു, അവിടെ വെച്ച് അവർ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവ് സൗഖ്യമാക്കി. ഈ കഴിഞ്ഞ ഞായറാഴ്ച കോട്ടയത്ത് വന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. ആ കുഞ്ഞുമായി അതിനുശേഷം അവർ നാട്ടിൽ വന്നു. ചെക്ക് ചെയ്തപ്പോൾ നോക്കൂ, ആ മുഴകളില്ല. ഒരു വലിയ ബ്ലീഡിങ് ആരംഭിച്ചു, അത് നിന്നു. അതിനുശേഷം കോട്ടയത്ത് വന്ന അന്ന് ആ സാക്ഷ്യം, മുഴ മാറിയ കാര്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ ഈ സംഭവം ഓർക്കുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു ആൺകുട്ടിയെ കർത്താവ് തരും. കർത്താവ് അത് ചെയ്തു. ആ ആൺകുട്ടിയുമായി വന്നു. അവരെൻ്റെ അടുക്ക് വന്നിട്ട് പറയാം, ബ്രദറെ, ഞങ്ങൾക്ക് സൂററ്റിലൊരു ബിസിനസ്സുണ്ട്, പക്ഷേ ബിസിനസ്സൊക്കെ പ്രശ്നത്തിലായ ഞങ്ങൾ തിരിച്ചു വന്നത്, പക്ഷേ ഞങ്ങൾക്കൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണം. അങ്ങനെ അവർ നമ്മുടെ ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ കോട്ടയത്തുള്ള അനേക ദൈവമക്കൾ അവർ കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുന്നത് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന. സോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ മിഷൻ മന്ത്സ് നമുക്കൊന്നിച്ച് കർത്താവിന് വേണ്ടി ചെയ്യാം. ആ അത്ഭുത സാക്ഷ്യം, ഞാൻ ഈ സാക്ഷ്യം കേട്ടതാ.
2 അത്ഭുതങ്ങൾ, മൂന്നാമത്തെ കൊച്ചത്ഭുതത്തിൻ്റെ കയ്യെ പിടിച്ചായി വരുന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് സലീം, എൻ്റെ വൈഫിൻ്റെ പേര് സൂസൻ, കുട്ടിയുടെ പേര് അബിയൽ. ഞങ്ങൾ സൂറത്തിൽ 15 വർഷമായി സൂറത്തിലാണ്. ഞങ്ങൾ കുട്ടികളില്ലായിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് 10 വർഷത്തോളം കുട്ടികളില്ലായിരിക്കുമായിരുന്നു. ചികിത്സിക്കാനായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്റർ വരെ പോയി. ലാസ്റ്റ് അവിടുന്ന് അന്ന് ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്ററിലാണ് ലാസ്റ്റ് പോയത്. അന്ന് യൂട്രസിനകത്ത്, വൈഫിൻ്റെ യൂട്രസിനകത്ത് 2 മുഴയുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരു മാസം എനിക്ക് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 10-12 കിലോമീറ്റർ ദൂരെയായിരുന്നു അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഒരാഴ്ച അവിടെ താമസിച്ചിട്ട് ശനിയാഴ്ച വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ബ്ലീഡിങ് ഇങ്ങനെ ഒരു മാസത്തോളം ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ 2 മുഴയുണ്ടെന്ന് പറഞ്ഞു യൂട്രസിൽ. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് ഞങ്ങൾ അവിടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവിടെ വേറെ ആരും എനിക്കില്ല, അതുകൊണ്ട് നാട്ടിലേക്ക് വരാം എന്നുള്ള കണക്കൂട്ടിലേക്ക് ഡേറ്റ് വരെ അവിടെ ഫിക്സ് ചെയ്തായിരുന്നു. ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വ്യാഴാഴ്ച രാവിലെ സൂര്യ TV പ്രോഗ്രാം കണ്ടു. തോമസ് ബ്രദർ പറഞ്ഞു അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ച് 3-ാമത്തെ ദിവസം എൻ്റെ ബ്ലീഡിങ് നിന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് കോട്ടയത്ത് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ 2 അപ്രത്യക്ഷമായിരുന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടുന്ന് കോട്ടയത്ത് വന്നു, സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾ അന്ന് ഇതുപോലെ അവിടുന്ന് വന്ന് സാക്ഷ്യം പറയാൻ നിന്നപ്പോൾ അന്ന് ബ്രദർ പറഞ്ഞു, നിങ്ങൾ ഒരു ആൺകുട്ടിയായിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. എന്തൊരു അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. കർത്താവായ യേശു ഉയർത്തു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഇതിലപ്പുറം എന്താ വേണ്ടി? സൂററ്റിലിരുന്നുകൊണ്ട് ആ സിസ്റ്റർ നമ്മുടെ TV പ്രോഗ്രാമിൻ്റെ കൂടെ കരം വെച്ച് പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ കരം അവിടെ തൊട്ടു. ബ്ലീഡിങ് ആയിരുന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ ബ്ലീഡിങ് അവിടെ വെച്ച് നിന്നു. ചെക്ക് ചെയ്യുമ്പോൾ ആ മുഴകൾ കാണുന്നില്ല. അവർക്കൊരു കുഞ്ഞിനെയും കർത്താവ് കൊടുത്തു. എന്തൊരു വലിയ അത്ഭവമാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത്. ഇതാണ് ഇമ്പാക്റ്റ് എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിച്ച്. സുവിശേഷത്തിൻ്റെ ഇമ്പാക്റ്റ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഇമ്പാക്റ്റ്, അത് വേറെങ്ങും നമുക്ക് കാണാനൊക്കത്തില്ല. അത് നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗം വഹിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തങ്കു ബ്രദറോ ഞാനോ പ്രസംഗിക്കുന്നു, നമ്മളൊരു ഭാഗം വഹിക്കുന്നതേ ഉള്ളൂ. 4 പേർ ചേർന്ന് ഒരു കട്ടിലെ കിടത്തിക്കൊണ്ടൊരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ കട്ടിലോടെ കെട്ടി യേശു നിന്ന വീടിൻ്റെ മുകളിൽ അവർ കയറ്റി താഴോട്ടിറക്കി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ മേൽപ്പുരയിലേക്ക് കട്ടിലേ കിടക്കുന്ന ഒരു തളർന്നയാളെ കയറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അവർ താഴെ അപ്പുറം കൊണ്ട് വെച്ചിട്ട് ആ ആളെ കയറയിലോ വല്ലതും മുകളിലോട്ട് പൊക്കി കയറെ താഴോട്ട് മേൽപ്പുര പൊളിച്ച് താഴോട്ടിറക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ 4 പേര് എത്ര ഒറ്റ മനസ്സോടെ നിന്നാലാണ് അത് നടക്കുന്നത്. വാസ്തവത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നു. പക്ഷേ ഞാനും നിങ്ങളും ആ കയറിൽ പിടിച്ചാൽ, ഞാനും നിങ്ങളുമാകുന്ന 4 പേര് ഒന്നിച്ചൊന്ന് നിന്നാൽ ഒരു വലിയ കാര്യമാണ്. അതാണ് ഈ മിഷൻ മന്ത് എന്ന് പറയുന്ന കേവലം ഇതിനുള്ള റിസോഴ്സുകൾ കണ്ടെത്തുന്ന ഒരു കാര്യം മാത്രമല്ല. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന മിഷനിൽ ഞാനും പ്രാർത്ഥിക്കും, ഞാനും ഒരു ഭാഗഭാക്കാവും. കുറച്ച് പേര് പ്രസംഗിക്കുകയായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ ക്യാമറ എടുക്കുന്ന അവർ ബ്രദേഴ്സ് അത് ചെയ്യുക. ഇതെടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ എഡിറ്റ് ചെയ്യണം. കുറച്ച് പേര് അത് ചെയ്യുന്നു. വേറെ ചിലർ ഒരു എപ്പിസോഡ് ചെയ്യാൻ മിഷൻ മന്ത്സിൽ സപ്പോർട്ട് കൊടുക്കാൻ ഒക്കെ നിൽക്കുന്നു. നമ്മളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നോക്കൂ സൂററ്റിൽ നടന്ന അത്ഭുതം ലോകരാജ്യങ്ങളിൽ നടക്കാൻ പോവുക. മൊബൈൽ ഫോണുകളിൽ, അതുപോലെ ഇൻ്റർനെറ്റിലൂടെ ടാബ്ലറ്റുകളിൽ, അതുപോലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ, TV-യിൽ, ഇതിലൂടെ എല്ലാം കർത്താവ് പ്രവർത്തിക്കുക. നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷയിൽ നിൽക്കാം. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, കർത്താവിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കിയവരെ കർത്താവ് അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ഈ അപ്പോസ്തലന്മാരൊക്കെ കർത്താവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, ഞങ്ങൾ പടകും വിലയൊക്കെ ഇട്ട് നിൻ്റെ പുറകെ സുവിശേഷവുമായിട്ട് ഇറങ്ങി, ഞങ്ങൾക്ക് എന്തോ കിട്ടും? ഈ പ്രസംഗിക്കുന്ന എനിക്കടക്കം ആവശ്യങ്ങളില്ലേ? നമ്മളൊക്കെ കർത്താവിനോട്, നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം എന്ത് കിട്ടും എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം,
ഈ സുവിശേഷം അറിയിക്കുന്നവരുടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം കണ്ടു കഴിയുമ്പോൾ പിന്നെ കിട്ടുമോ എന്നുള്ള ചിന്ത മാറി ഈ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, എനിക്ക് വിടുതൽ തന്ന ഈ യേശുവിൻ്റെ സ്നേഹം മറ്റൊരാളോട് പറയണമെന്നത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മൾ പത്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ 2 മീൻപിടുത്തത്തിൽ കൂടാണ് പത്രോസ് എന്ന വ്യക്തി ആകെ മാറിയത്. ആ 2 മീൻപിടുത്തത്തിൻ്റെ സംഭവം ഞാനെന്ന് പറയാം. ആദ്യത്തെ മീൻപിടുത്തം കർത്താവ് ശിഷ്യന്മാരെ കണ്ടെത്തുമ്പോൾ ഗലീല കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ പത്രോസിന് ചെയ്ത അത്ഭുതവും ഉയർപ്പിന് ശേഷം നടന്ന അത്ഭുതവും 2 തവണ മീൻപിടുത്തങ്ങളിലെ അത്ഭുതം യേശു പത്രോസിന് വേണ്ടി ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം. യേശു ആർക്കും കടക്കാരനല്ല. ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ സഹോദരന്മാർ ഈ ക്യാമറയിൽ അവർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ദൈവവേലയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മിഷൻ മന്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇനി ദൈവദാസന്മാർ പറയാറുണ്ട്, ഈ വചനം കയ്യിലൊന്ന് എടുത്തുകൊണ്ട് നടന്നോ? അതുപോലും കർത്താവ് മറക്കത്തില്ല. ഇവിടെ നമ്മൾ അതാ വായിക്കുന്നത്. ലൂക്കോസ് 5-ന്റെ ആദ്യ വാക്യങ്ങൾ. അവൻ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിരക്കിക്കൊണ്ടു. അപ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. കരയിൽ നിന്ന് അല്പം മാറ്റി പത്രോസിൻ്റെ വള്ളം, പത്രോസ് താഴെ വായിക്കുമ്പോൾ മനസ്സിലായി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഇനി പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വേണം വൈകിട്ട് വരാൻ. പക്ഷേ ഇതേ കർത്താവ് വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ പത്രോസിൻ്റെ വള്ളത്തെ കയറി ആ വള്ളം ഒരു സ്റ്റേജാക്കി ജനത്തോട് പ്രസംഗിച്ചു. കർത്താവ് ആർക്കും കടക്കാരനല്ല. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കുക, വള്ളം പുറംകടലിലേക്ക് കൊണ്ടുപോവുക, മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഈ ബൈബിളിലെ അത്ഭുതമൊക്കെ വായിച്ചപ്പം നല്ല കൊള്ളാം, കേൾക്കാൻ നല്ല രസം, കേൾക്കാൻ രസമല്ലത്. ആ യേശു ഇന്നും ജീവിക്കുന്നു. നമ്മളിന്ന് ഇനി കേൾക്കാൻ പോകുന്നൊരു സാക്ഷ്യം കേട്ടോണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി കൊടുത്ത ഒരു കുടുംബം, കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രോഗ്രാം, ഒരു 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതുപോലെ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നുമില്ല, ശൂന്യമായ വള്ളത്തിൽ കർത്താവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഈ മിഷൻ മാസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ നമ്മൾ വലിയ പുതിയ മിഷൻസ് നോർത്ത് ഇന്ത്യയിലുമൊക്കെ അനേക TV പ്രോഗ്രാമുകൾ നടത്തുവാനിടയാകണം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ മിഷൻ മന്ത്സിൽ പറ്റുമോ ഒന്നിച്ച് നമുക്ക് നിൽക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടേതായിട്ടെടുക്കാം, അനേകർക്ക് വിടുതലാകട്ടെ. നോക്കുക, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി പിടിച്ചു. അവർ വന്ന പടക് 2ഉം മുങ്ങുമോറാകുവോളം നിറച്ചു. പത്രോസിൻ്റെ വള്ളം നിറഞ്ഞത് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ വിളിച്ച് അവരുടെ വള്ളത്തിൽ കൂടെ ഇടാൻ കർത്താവ് ഇടയാക്കി. യേശു ആർക്കും കടക്കാരനല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ആരെങ്കിലും നമ്മുടെ അയൽവാസികളൊക്കെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ തന്നാൽ വെറും പാത്രം തിരിച്ചു കൊടുക്കാറില്ല ആരും, അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഇട്ടേ കൊടുക്കത്തുള്ളൂ. ഇത് മനുഷ്യനീതിയാണെങ്കിൽ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന് വേണ്ടി അല്പസമയം ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, വചനം പറഞ്ഞാൽ, ഈ മിഷൻ മന്ത്സിൽ ഒന്ന് സഹകരിച്ചാൽ കർത്താവ് ആർക്കും കടക്കാരനായിരിക്കത്തില്ല. നമുക്ക് ആ അത്ഭുത സാക്ഷ്യം, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അത്ഭുത സാക്ഷ്യം ഇപ്പോൾ ഒന്ന് കേൾക്കാം. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നപ്പോൾ നടന്ന അത്ഭുതം കാണുക. എൻ്റെ ബ്രദറെ, എനിക്ക് പറയാൻ ചിലപ്പോൾ ആരും വീണ് പോകും, ആ രീതിയിലുള്ള കടബാധ്യതയായിരുന്നു. 2 പേരും ഉദ്യോഗസ്ഥരാണ്. കൊണ്ടുവന്നത് മൊത്തം അരി വാങ്ങിക്കാതെ പോലും ഇൻട്രസ്റ്റ് ഞങ്ങൾ വിളിച്ചു കൊടുക്കുകയാണ് ആളിനെ. അവർക്ക് പോലും അത്ഭുതമാണ്, വിളിച്ചു തരുന്ന ഒരു പാർട്ടി ഉണ്ടോ, പലിശ, അരി വാങ്ങിക്കാതെ പലിശ കൊടുക്കുകയാണ്. എനിക്കുണ്ടായിരുന്നു, ഞാൻ പോയി കഷ്ടപ്പെട്ട് വിദേശത്തൊക്കെ പോയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ കൊണ്ടുവന്ന എല്ലാം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാം അങ്ങ് പോയി.
ലാസ്റ്റ് ആകെ കടം മുങ്ങി ഒരു പരുവായി. ഇദ്ദേഹം കൊണ്ടുവരുന്ന സ്വത്തെല്ലാം ജോലി ചെയ്ത് കൊണ്ടുവരുന്ന അതെല്ലാം പലിശ കൊടുത്തു പോയി. എങ്ങനെ പോകുന്നോ എല്ലാം അങ്ങ് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ TV പ്രോഗ്രാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യേശുവിലേക്ക് വന്നത്. TV പ്രോഗ്രാമിന് വേണ്ടി സ്പോൺസർഷിപ്പിന് ചെയ്ത് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞെന്നുള്ള അന്ന് തന്നെ വെറും 5000 രൂപ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റുള്ളവരെന്നാണ് കൊടുത്തത്. 5000 മതി മോളെ, കാര്യം വേറെ ഇല്ല, നമ്മൾ കടത്തി മുങ്ങിയിരിക്കുന്ന നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ബ്രദർ പറഞ്ഞപ്പോൾ 5-ൻ്റെ എങ്കിൽ 5-ൻ്റെ അതെങ്കിലും ഒരെണ്ണം മോഹിച്ച് കളയാമല്ലോ എന്ന് പറഞ്ഞ് കൈ പൊക്കിയതാ. കർത്താവേ, ബ്രദറെ, ഞങ്ങൾ ലക്ഷങ്ങൾ പലിശ കൊടുത്തിരിക്കുമ്പം ഈ പ്രോഗ്രാം നടത്തിയ ഈ പ്രോഗ്രാം അന്ന് നടക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. 9:30 ആയപ്പോഴാണ് എൻ്റെ മൊബൈലിൽ കോട്ടയത്ത് നിന്ന് ഒരു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരി ഇന്ന് TV പ്രോഗ്രാം കണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, അയ്യോ ഞാൻ വിളിച്ചായിരുന്നു കിട്ടിയില്ല. ഇന്ന് 7 മണിക്ക് ഹാർവസ്റ്റിൽ ഇട്ടു എന്ന് പറഞ്ഞ അന്ന് തന്നെ ചേട്ടന് സ്വത്തിൻ്റെ ഒരിക്കലും കിട്ടാമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്വത്ത് എഴുതിയെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഓഹരി കൂടാതെ അമ്മയ്ക്കും കൂടി ഒരു ഓഹരി പറഞ്ഞിട്ട് എന്നാലേ എൻ്റെ കടം തീരത്തുള്ളൂ. പക്ഷെ തക്ക സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പം അമ്മ പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ പോകത്തുള്ളെന്ന്. അതും കൂടി കിട്ടിയാലേ ഞങ്ങൾക്ക് പൂർണ്ണമായി അന്ന് വിടുതൽ വരുത്തുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂടെയാ. അങ്ങനെ പൂർണ്ണമായി കടം ഞങ്ങൾ. അമ്മ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനിത് പണ്ട് പറഞ്ഞ അമ്മയുടെ അടുത്ത്, എനിക്ക് ഒരു സ്വത്തും ഈ കുടുംബത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താ, വേണ്ടാന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തയാണ് ഞാൻ. എഴുതി ഒപ്പിട്ട് കൊടുത്താ എനിക്ക് കുടുംബസ്വത്തേ വേണ്ട അമ്മയുടെ, ബാക്കി 6 മക്കൾക്ക് കൂടെന്നും പറഞ്ഞു. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ വിചാരിക്കാത്ത സാമ്പത്തികങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അമ്മയുടെ 6 ലക്ഷം രൂപ എനിക്ക് തരാനുള്ളത് മക്കളുടെ സ്വത്ത്, അമ്മയുടെ ഒരു 6 കൂടെ 12. കർത്താവേ, സകല കടവും 5ഉം 6ഉം ഒക്കെ ആയിട്ട് വിളിച്ച് ഓരോരുത്തർക്കും വെളുപ്പാൻ കാലത്ത് തന്നെ കൊടുത്ത് ഞങ്ങൾ ഇന്നങ്ങ് നടക്കുക. യേശുവിനെ പറ്റി പറയാം കർത്താവേ, എവിടെ നിന്നൊന്നുമില്ല കർത്താവേ, അങ്ങ് നടക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞു, ദൈവസന്നിധിയിൽ വന്നു, പക്ഷെ ഇതുവരെ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റവും വന്നില്ല എന്ന ഒരു നിലയിലിരിപ്പുണ്ടോ? തളരരുത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ, എൻ്റെ വീട് നിറയെ രോഗങ്ങളും പ്രതിസന്ധികളും മാത്രമല്ല, അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും പരാജയത്തിലായി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരുന്നു. തങ്കുബ്രദറിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിലേക്ക് വരാനിടയായ സാഹചര്യം തളർന്നുപോയി, ഒരു വാഹന ആക്സിഡൻറ്റിൽ തളർന്നുപോയി. തൻ്റെ ബിസിനസ് പ്രസ്ഥാനങ്ങളെല്ലാം ഈ പ്രശ്നം നിമിത്തം ഒന്നൊന്നായി തകർന്നു. വലിയൊരു കടം, അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്തൊരു തുകയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നും തങ്കുബ്രദർ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയും, താൻ കടഭാരത്തിലാണ്, പക്ഷെ വന്നവരോട് പറയും, നിങ്ങളിന്ന് കടഭാരത്തിലാണോ? യേശു അത്ഭുതം ചെയ്യും. ഞാനതിന് സാക്ഷിയാണ്. അനേകരെ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൽ വന്ന് ഇന്നൊരു കടഭാരത്തിലാണ്, അല്ലെങ്കിൽ ഒരു രോഗപ്രയാസത്തിലാണ്, ദൈവവേല ചെയ്തു ഒന്നും കാണുന്നില്ല, യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമന്ന ശിമയോൻ്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരാക്കിയെങ്കിൽ തലമുറയെ പോലും കർത്താവ് അനുഗ്രഹിക്കും. സോ ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ളതാ. നിങ്ങളുടെ പടകിനെ കർത്താവ് നിറയ്ക്കാൻ പോവുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയുമല്ല, നമ്മുടെ വിശ്വാസമാണ് അവിടെ അത്ഭുതം ചെയ്യുന്നത്. നോക്കൂ, ആ കുടുംബം അവർ ശൂന്യതയിലായിരുന്നു, മരണമല്ലാതെ മുമ്പിൽ കാണാത്ത സ്ഥിതിയിൽ കർത്താവിന് വേണ്ടി ഒരു ചുവട് വെച്ചപ്പോൾ ഇന്ന് ആ ദേശത്ത് ആ കുടുംബത്തെ കർത്താവ് മാനിച്ചു. ഞാനിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിൽ മിഷൻ മന്ത്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ പ്രോഗ്രാം ലോകരാജ്യങ്ങളിൽ IPTV മുഖേന പോകണം, അതുപോലെ ഇൻ്റർനെറ്റിലൂടെ പോകണം. ഏതൊക്കെ രീതിയിൽ നമ്മുടെ ഈ പ്രോഗ്രാം എവിടെയൊക്കെ ചെല്ലാമോ ഏറ്റവും തകർന്ന വ്യക്തികളുടെ അടുക്കൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം വേണം. നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ മിഷൻ മന്ത്സിൽ. അതുപോലെ മിഷൻ മന്ത്സിൽ നിങ്ങൾ പ്രയർ പാർട്ട്നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നു, ഇതിൻ്റെ കൂടെ നമുക്ക് ഈ മിഷനിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുക, ഈ കാണുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് മിഷൻ മന്തിൻ്റെ പ്രത്യേക നമ്പറാണ്. നമുക്ക് ദിവസങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. നമുക്കൊന്നിച്ച് എങ്ങനെ ഇനി കാര്യങ്ങൾ ഈ മിഷൻസിൽ മുമ്പോട്ട് പോകാൻ പറ്റും, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാനും ബന്ധപ്പെടാനും ഈ നമ്പർ നിങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു അത്ഭുത സൗഖ്യവും വിടുതലും ശൂന്യമായ വള്ളങ്ങളെ നിറയ്ക്കുന്ന അനുഭവവും
ഇപ്പോൾ തന്നെ സംഭവിക്കും. രോഗികൾ പ്രാർത്ഥിക്കണം. ശൂന്യാവസ്ഥയിലായിരിക്കുന്നവർ, ബിസിനസ് പ്രശ്നങ്ങളുള്ളവർ, ശുശ്രൂഷയിൽ ഒന്നും കാണാതെ ഭാരത്തിലിരിക്കുന്നവർ, കർത്താവ് അത്ഭുതം ചെയ്യും. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കേട്ട സാക്ഷ്യങ്ങളിൽ ആ സഹോദരിയെ കർത്താവേ ആ ഡിസ്പ്രൊലാപ്സ് സൗഖ്യമാക്കിയ കർത്താവ്, അതുപോലെ ഞങ്ങളിന്ന് കേട്ട സാക്ഷ്യത്തിൽ കർത്താവെ ആ വയറ്റിലുണ്ടായിരുന്ന മുഴകൾ, ആ യൂട്രസിലെ മുഴകൾ എടുത്തു മാറ്റി ബ്ലീഡിങ് സൗഖ്യമാക്കി കുഞ്ഞുങ്ങളില്ലാത്ത 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ആ സഹോദരിക്ക് അത്ഭുതകരമായി ആ പൈതലിനെ കൊടുത്ത കർത്താവിൻ്റെ അത്ഭുതകരം. അതുപോലെ കർത്താവെ, സാമ്പത്തികമായി തകർന്നിരുന്ന ഭവനത്തിന് വേണ്ടി വഴികൾ തുറന്ന പോലെ പത്രോസിൻ്റെ ശൂന്യമായ പടകിനെ നിറച്ചതുപോലെ ഇന്ന് കേൾക്കുന്നവരിൽ ശാരീരിക രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഏതാണോ ഇപ്പോൾ വിടുതലാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ നടക്കട്ടെ. ഡിസ്ക് പ്രൊലാപ്സുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, കർത്താവെ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവെ, അവരിപ്പോൾ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരം യേശുവേ അവരെ തൊട്ട് വിടുവിക്കുന്നതിനായി സ്തോത്രം. കാതുകൾ തുറക്കട്ടെ, ചെവിയിലെ അസഹ്യമായ വേദന ഇപ്പോൾ വിട്ടുമാറട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഏത് രോഗമാണോ അങ്ങ് അറിയുന്നല്ലോ, അങ്ങയുടെ കരം വെച്ചതിനായി സ്തോത്രം. അപ്പോൾ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ, ഈ ദിവസങ്ങളിൽ വലിയ തുകകൾ കൊടുത്തു തീർക്കാനുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. ആ പത്രോസിൻ്റെ പടകിനെ നിറച്ച കർത്താവ് ഇപ്പോൾ തന്നെ അത്ഭുതം ചെയ്യണം. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ് ഈ ദിവസങ്ങളിലെ മിഷൻ മന്ത്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വഴികൾ ഒരുങ്ങണം. നമ്മുടെ പ്രോഗ്രാം പല ഭാഷകളിൽ ചെല്ലണം. അനേകരിത് കണ്ട് വിടുതലാകണം. നിങ്ങളും ഞങ്ങൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ലോകം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കരം കോർക്കുകയാണ്. ഈ TV പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ യേശുവിനെ ലോകം അറിയണമേ കർത്താവെ. ഈ മിഷൻ മന്ത്സിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി നടക്കുവാൻ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുന്നവർ, ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളെല്ലാം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. बहते हुए खून की धार क्रूज से देखो आती है, बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे